വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നടപ്പിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താണോ എന്നുള്ളത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ വിഷൻ ബോർഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇനി വരുന്ന വീഡിയോ അതാണ് എന്നുള്ളത്. ആ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടേം കേൾക്കുന്നതെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എനർജിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ടാണോ, എന്ത് തോട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്, ആ തോട്ടായിരിക്കും നമ്മൾ തിരിച്ച് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരോടും ഭയങ്കര കൈൻഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് റിസീവ് ചെയ്യുന്നതും ആ ഒരു കൈൻഡ്നെസ്സും ആ ഒരു ഹാപ്പിനെസ് ആയിരിക്കും. നമ്മളെല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലാണ് എല്ലാവരോടും സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നതും എല്ലാവരുടെയും ദേഷ്യമായിരിക്കും. നമ്മൾ കൂടുതൽ എല്ലാവരോടും ഭയങ്കര ചിരിച്ചുകൊണ്ട് സ്മൈലി ഫേസ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു എനർജിയാണ് നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പുറത്ത് ചിരിച്ചാൽ മാത്രം പോരാ, നമ്മൾ അകത്തും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും ആ ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിളാണോ എന്ന് പറഞ്ഞാലും ഇത് ഭയങ്കര പവർഫുള്ളാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര എളുപ്പമാണോ ലോ ഓഫ് അട്രാക്ഷൻ? അപ്പം നമ്മൾ എന്ത് വിചാരിച്ചാലും ആ കാര്യങ്ങൾ നമുക്ക് കിട്ടുമോ? അത് പറഞ്ഞ് ഞാൻ വിചാരിക്കുകയാണ് നാളെ ഞാൻ ഭയങ്കര പൈസക്കാരി ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ നാളെ പൈസക്കാരി ആവുക അല്ലെങ്കിൽ കോടീശ്വരി ആവുകയല്ല. അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യുന്നതിന് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് ഞാൻ പറയാം. ഇന്ന് ഞാൻ മനസ്സിലാഗ്രഹിക്കുന്നു, നാളെ അത് നടപ്പിലാക്കുന്നു. അങ്ങനെയല്ല കേട്ടോ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. എല്ലാം നമ്മളൊക്കെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ പാതി ദൈവം പാതി എന്നുള്ളത്. അതായത് നമ്മൾ നമ്മുടെ പാർട്ടിലുള്ള ജോബ് ചെയ്താൽ മാത്രമേ ബാക്കി നമ്മളെ യൂണിവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യൂ ആ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്വപ്നം നടക്കുന്നത്. അല്ലാതെ ഞാൻ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞാൻ നാളെ എന്തായാലും ഉറങ്ങി എണീക്കുമ്പോൾ പൈസക്കാരി ആവണം വിചാരിച്ചാൽ നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പൈസക്കാരി ആവില്ല. അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. എല്ലാം നമ്മുടെ തിങ്കിങ്ങിലും എല്ലാം നമ്മുടെ ബിലീഫിലും ആണ് നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ആ ഒരു സ്വപ്നം നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം, ഇന്നത് ചെയ്യണം എന്നുള്ളത്. പിന്നെ അത് നമ്മൾ ഡ്രീമാക്കി അതിനെ മാറ്റണം. അത് കഴിഞ്ഞ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രാക്ടിക്കലാക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഈസി ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ എഫേർട്ടെല്ലാം ഇടുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ തിങ്കിങ് നമുക്ക് തന്നെ വരണം. അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കണം. അതെങ്ങനെ പ്ലാൻ ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ വിചാരിക്കുകയാണ് എനിക്ക് യൂട്യൂബർ ആവണം, ഇത്ര ഹൈറ്റിലെത്തണം. അപ്പം ഞാൻ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം. ഒരു യൂട്യൂബർ ആവണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എത്ര പ്രാവശ്യം വീഡിയോ ഇടണം എന്നുള്ളതെല്ലാം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് അതെല്ലാം വർക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കാണുള്ളൂ. അപ്പം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർക്കും ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിനുള്ള വാതിൽ തുറന്നു തരും. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പഴഞ്ചൊല്ല്, ഞാൻ പാതി ദൈവം പാതി എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വിചാരിക്കുന്നു ഞാൻ നാളെ യൂട്യൂബർ ആവുന്നു, അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. വളരെ പ്രാക്ടിക്കലായിട്ട് സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ടിപ്പുകൾ, ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെറിയ ചെറിയ ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ ടിപ്പ്, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒരു പേപ്പർ എടുത്തിട്ടോ ഒരു ബുക്ക് എടുത്തിട്ടോ ഒന്ന് എഴുതി നോക്കൂ. എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പോസിറ്റീവായിട്ട് എഴുതാൻ നോക്കുക. കാരണം വേർഡ്സ് ഭയങ്കര പവർഫുള്ളാണ്.
ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവ് അട്രാക്ട്സ് പോസിറ്റീവ്, നെഗറ്റീവ് അട്രാക്ട്സ് നെഗറ്റീവ്. നമ്മൾ എന്ത് എനർജിയാണോ നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് ആ എനർജിയാണ് നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും. അപ്പോൾ മാക്സിമം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വേണ്ട, ഇല്ല, ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ഇഷ്ടമില്ല എന്നുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് അതിനെ ആ ഒരു സെൻറ്റൻസിനെ തന്നെ വേറൊരു പോസിറ്റീവ് രീതിയിൽ ഫ്രേസ് ചെയ്യാൻ നോക്കുക. അപ്പം എന്നാൽ മാത്രമേ ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഉള്ളത് നമ്മൾ താങ്ക്സ് പറയാൻ പഠിക്കണം. നമുക്ക് ചുറ്റും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിനോടൊക്കെ നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ജേർണൽ ചെയ്യാനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് താങ്ക്സ് പറയാൻ പറ്റുമെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അഫർമേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള അഫർമേഷൻസ് നമുക്കുണ്ട്. അല്ല, നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഓൺ ആയിട്ടുള്ള അഫർമേഷൻസ് പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത് ദിവസവും നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ പറഞ്ഞ് പഠിക്കാം, അല്ലെങ്കിൽ രാത്രി വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് കിടക്കാം. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, പ്രസൻറ്റ് ടെൻസിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്നത് നടന്നു എന്നുള്ള രീതിയിൽ എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ അത് ബൈ ഹാർട്ടായിട്ട് വരികയാണ്. അപ്പോൾ നമ്മളറിയാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ അതിനുള്ള സ്റ്റെപ്സ് നമ്മൾ ചെയ്യും. അപ്പോൾ അഫർമേഷൻസ് ആണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് വളരെ ഈസിയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു ബുക്കിലോ പേപ്പറിലോ ഒന്ന് എഴുതാൻ നോക്കുക. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് പ്ലാൻ നമ്മൾ എഴുതാൻ നോക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും എങ്ങനെ നമുക്കത് പ്രാവർത്തികമാക്കണം, എന്തൊക്കെ ചെയ്യാം. നമ്മൾ ജസ്റ്റ് നാളെ പണക്കാരിയാവണം എന്ന് വിചാരിച്ചാൽ മാത്രം പോരാ, എങ്ങനെ ഞാൻ പണക്കാരിയാവണം എന്നുള്ള സ്റ്റെപ്പുകളും എന്തൊക്കെ അതിന് എൻ്റെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട് ഇടണം എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ നോക്കുക. ഇതാണ് എൻ്റെ അടുത്ത പോയിന്റ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷൻ ബോർഡ് നല്ലൊരു വിഷ്വൽ റിപ്രസെൻറ്റേഷനാണ്. നമ്മുടെ സ്വപ്നങ്ങളും ഡ്രീംസും ഗോൾസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് വിഷൻ ബോർഡ് ഒരു ബെസ്റ്റ് ടൂളാണ്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി അത് നടന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ബിഹേവ് ചെയ്യാം. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു യൂട്യൂബറാണ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ആദ്യം ഒരു തോന്നൽ വന്നാൽ മാത്രമേ ഞാനൊരു യൂട്യൂബറാണ് എന്നുള്ളത് ഞാൻ പുറത്ത് പറയുള്ളൂ. ആദ്യമൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനൊരു യൂട്യൂബറാണ് എന്നുള്ളത് ഞാൻ പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര മടിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എൻ്റെ എന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫുൾ ടൈം കണ്ടൻറ് ക്രിയേറ്ററാണ്, യൂട്യൂബറാണ് എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ മനസ്സിൽ ഞാനൊരു യൂട്യൂബറാണ്, ഐ ഹാവ് ടു വർക്ക് എന്നുള്ളത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഐ ഹാവ് ടു ഷൂട്ട്, ഐ ഹാവ് ടു എഡിറ്റ് എന്നുള്ള തോന്നൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചസ് ആണെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ തന്നെ ആ ഒരു ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും. നമ്മൾ പറയാറില്ലേ, എല്ലാം ദൈവം നോക്കിക്കോളും, എനിക്കൊന്നും ചെയ്യേണ്ട എന്നിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മൾ തന്നെ ആക്ഷൻ എടുക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ആക്ഷൻ എടുക്കണം. എന്നാൽ മാത്രമേ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുള്ളൂ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സും വെറുതെ ഇരിക്കും. അല്ല, നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ യൂണിവേഴ്സും അതിനെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ചെറിയൊരു ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. കൂടുതലായിട്ട് ഞാൻ എപ്പോഴെങ്കിലും വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണ് നമ്മൾ വിഷൻ ബോർഡ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് പഠിച്ചു, എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും എന്നുള്ളത് പഠിച്ചു, അത് നടപ്പിലാക്കാനുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇതെല്ലാം പ്രാക്ടിക്കലാണ്. ഇത് നമ്മൾ യൂണിവേഴ്സായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ഗൈഡ് തരും. അപ്പോൾ എങ്ങനെയാണോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.